തെരുവു വീഥികളിൽ അലഞ്ഞു തിരിയുന്ന അനേകം നായ്ക്കളെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ആ നായ്ക്കളുടെ കടിയേറ്റ് കുറേ വ്യക്തികൾ മരിച്ചിട്ടുണ്ട്. കുറച്ചു പേർക്കൊക്കെ അതിൻ്റെ ഉപദ്രവം മൂലം വലിയ വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുമുണ്ട്. എന്നാൽ സ്നേഹമുള്ളവരെ, ജപ്പാനിലെ ടോക്കിയോ എന്ന നഗരത്തിൽ ഹച്ചിക്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നായ ജീവിച്ചിരുന്നു. ഈ നായ യജമാനനോട് വലിയ സ്നേഹമുള്ളവനും വിശ്വസ്തനുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ തണലിൽ എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രൊഫസർ ഊനോ സർവകലാശാല അധ്യാപകനായിരുന്നു. എല്ലാ ദിവസവും രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഹച്ചിക്കോ എന്ന നായ ഇദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഇദ്ദേഹം വൈകുന്നേരം ട്രെയിനിൽ വന്നിറങ്ങുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ സ്വീകരിക്കാനായി ആ നായ എല്ലാ ദിവസവും വന്നിരുന്നു. തൻ്റെ യജമാനൻ അടുത്തേക്ക് വരുന്ന കാണുമ്പോൾ, യജമാനൻ്റെ സാന്നിധ്യം കാണുമ്പോൾ ഈ നായയ്ക്ക് വലിയൊരു സന്തോഷമാണ്. ഓടിച്ചെന്ന് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി വീട്ടിലേക്ക് ഇരുവരും തിരിച്ചു പോകുന്നു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഇതേ രീതിയിൽ കഴിഞ്ഞുപോയി. 1925 ഈ പ്രൊഫസർ സർവകലാശാലയിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം മരിക്കുകയാണ്. പതിവ് പോലെ ഈ നായയും ഈ യജമാനനെ കാത്തിരിക്കുകയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ. രാത്രിയായിട്ടും യജമാനൻ വരുന്നില്ല. അവൻ ആഴ്ചകളോളം മാസങ്ങളോളം ഈ റെയിൽവേ സ്റ്റേഷനിൽ തങ്ങി. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വീട്ടിലേക്ക് പോയി. പതിവ് പോലെ യജമാനൻ സർവകലാശാലയിലേക്ക് പോകുന്ന സമയത്ത് ഇവൻ റെയിൽവേ സ്റ്റേഷനിലെത്തും. വൈകുന്നേരം വന്നിറങ്ങുന്ന സമയത്ത് യജമാനനെ കാത്തിരിക്കും. കുറേ നേരം നോക്കും. ഇരുട്ടാകുമ്പോൾ തിരിച്ചു പോകും. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലുള്ള എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ നായ്ക്ക് വേണ്ട ഭക്ഷണവും സ്നേഹവും കരുതലും അവിടെയുള്ള സമീപവാസികൾ ചെയ്തു കൊടുക്കുമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 9 വർഷവും 9 മാസവും 15 ദിവസവും ഈ രീതിയിൽ തന്നെ ഈ നായ പെരുമാറി. എല്ലാ ദിവസവും രാവിലെ വരും, വൈകുന്നേരം യജമാനെ കാത്തിരിക്കും, അങ്ങനെ തിരിച്ചു പോകും. 1935 ഈ നായയും ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നും ഈ നായയെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. സത്യമായ സ്നേഹം ഒരിക്കലും മരിക്കുകയില്ല എന്ന് ഈ പ്രതിമയുടെ അടിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സ്നേഹമുള്ളവരെ, വിശ്വസ്തതയും സ്നേഹവുമുള്ള ഒരു നായയുടെ ചിത്രമാണ് നമ്മൾ കണ്ടത്. സ്നേഹം വാക്കുകളല്ല, വിശ്വസ്തതയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വലിയ സ്നേഹത്തോടെ വിശ്വസ്തയോടെ ജീവിക്കുന്നവരാകാം. ജീവിതം സുന്ദരമാണ്. സുന്ദരമായ ജീവിതത്തിൽ ആ സൗന്ദര്യത്തിൻ്റെ നിറങ്ങളൊക്കെ മങ്ങുന്ന രീതിയിലുള്ള ദുഃഖങ്ങളും തിക്ത അനുഭവങ്ങളും ഉണ്ടാകാം. ആ നിമിഷങ്ങളിൽ പോലും ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹോസിയ പ്രവാചകന്റെ പുസ്തകം ആദ്യത്തെ 3 അധ്യായങ്ങൾ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ, വിശ്വസ്തതയാണ് പ്രതിപാദിക്കുന്നത്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 19-20 വചനങ്ങൾ ഇവിടെ പ്രസക്തമാണ്.
നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും ഞാൻ നിന്നെ സ്വീകരിക്കും. വിശ്വസ്തതയിൽ ഞാൻ നിന്നെ സ്വന്തമാക്കും. അങ്ങനെയാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മെ സ്വീകരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിന് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും തരികയും ചെയ്യും. ഒരു അമ്മയെ എനിക്ക് അടുത്ത് പരിചയമുണ്ട്. 3 മക്കളുടെ അമ്മയാണ്. വിവാഹമൊക്കെ കഴിഞ്ഞ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ആദ്യ നാളുകളിലൊന്നും ജീവിത പങ്കാളിയെ അങ്ങനെ മനസ്സിലാക്കാനായി സാധിച്ചില്ല. കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള മാനസിക രോഗത്തിന് ഇദ്ദേഹം അടിമപ്പെട്ടിരുന്നു. കൂടെ താമസിക്കുന്നവർക്ക്, ചേർന്ന് ജീവിക്കുന്നവർക്ക് മാത്രമേ ഇദ്ദേഹത്തിൻ്റെ മാനസിക വൈകല്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതം മുമ്പോട്ട് പോവുകയാണ്. വർഷങ്ങൾ കഴിയും തോറും വലിയ ദുഃഖത്തിലൂടെ, ഭാരത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരോടൊക്കെ പറയുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അവർക്കാർക്കും ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചുമില്ല. മനസ്സിലാക്കിയെങ്കിൽ തന്നെ അതേ രീതിയിൽ പ്രതികരിക്കാനായിട്ടും സാധിച്ചില്ല. വലിയ വ്യതയിലൂടെ ഈ സഹോദരി കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ അടുക്കലേക്ക് ഈ സഹോദരി പോവുകയാണ്. ടോക്സിക് ആയിട്ടുള്ള വലിയ വിഷമമയമായ ജീവിത രീതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞു, വിവാഹമോചനം അല്ലെങ്കിൽ സെപ്പറേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞു. ഈ സഹോദരിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. സഭയുടെ നിയമവും അതോടൊപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ നിയമമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ലഭിക്കാനുള്ള അർഹത ഈ സഹോദരിക്കുണ്ട്. എന്നാൽ ഏകദേശം 2-3 വർഷങ്ങൾ ചികിത്സയിലൂടെ ഈ സഹോദരി കടന്നു പോകേണ്ടിയിരുന്നു. മനസ്സിനെ ഒന്ന് ഉണർത്താൻ, ആ ട്രോമയിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് ഈ സഹോദരി വളരെയധികം കഷ്ടപ്പെട്ടു. ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ഡോക്ടേഴ്സ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ സഹോദരി ചെയ്തു. അങ്ങനെ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ അമ്മയിൽ കാണാൻ സാധിച്ച ചില കാര്യങ്ങളുണ്ട്. വലിയ ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ആരോടും ഒന്നും പറയാനും സാധിക്കുന്നില്ല. പറഞ്ഞാൽ തന്നെ അവർക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. എന്നാൽ എല്ലാം മാറി ജീവിക്കണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടെ തിരിച്ചു വന്നപ്പോൾ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ഒരു സഹോദരി. സ്വന്തം മാതാപിതാക്കളെയും ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളെയും ഒക്കെ സ്വീകരിക്കാനും വാർദ്ധക്യത്തിൽ അവരെ സഹായിക്കാനുമുള്ള വലിയ മനസ്സ് കാണിക്കുന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ മക്കള്. സ്നേഹമുള്ളവരെ, ഇതാണ് വിശ്വസ്തത, ഇതാണ് യഥാർത്ഥമായ സ്നേഹം. എങ്ങനെ ഇതുപോലെ പ്രവർത്തിക്കുവാനായി സാധിക്കും? വലിയ വേദന സമ്മാനിച്ച ജീവിത പങ്കാളിയെ ആയിരിക്കുന്ന അവസ്ഥ ഉൾക്കൊണ്ടു. എന്നാൽ പഴയ സാഹചര്യത്തിലൂടെ കടന്നു പോകാതെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ചേർത്ത് പിടിച്ച് ജീവിക്കുവാനായിട്ട്, വിശ്വസ്തയോടുകൂടെ സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു എന്ന്. ആ സഹോദരി പറഞ്ഞു, ജീവിതത്തിലെ ആദ്യ നാളുകളിലൊക്കെ നല്ല ആരോഗ്യമുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സ് സന്നദ്ധമാണെങ്കിലും ശരീരം പ്രതികരിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു. ആ സമയത്തൊക്കെ എൻ്റെ അഭയം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുക, ആ ആരാധനയുടെ മുമ്പിലിരുന്ന് ശക്തി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. ചിലപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഓൺലൈനിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ആ ജീവിത സംഭവങ്ങൾ, പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്നും സ്വീകരിച്ച ശക്തിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തെ നേരിടാനും എന്നെ വേദനിപ്പിച്ച എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും കരുതാനും
എനിക്ക് ശക്തി നൽകുന്നത് എന്ന്. ഇതാണ് ജീവിതം. ഇതാണ് പ്രിയപ്പെട്ടവരെ വിശ്വസ്തത, സ്നേഹമെന്ന് പറയുന്നത്. സന്തോഷമെന്നത് നിമിഷ രസങ്ങളല്ല, സമാധാനമാണ്. ഹാപ്പിനെസ് ഈസ് പീസ്, നോട്ട് പ്ലഷർ. ഈ സന്തോഷം എന്നത് അങ്ങാടിയിൽ കിട്ടുന്ന ഒന്നല്ല. സമ്മാന പൊതികൾ കിട്ടുമ്പോൾ തുറന്നു നോക്കുമ്പം സന്തോഷമാ, അത് നമ്മുടെ ഡോപ്പമിനെ ഉണർത്തും. ഇനി ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട വ്യക്തികളാണെങ്കിൽ ആ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ഡോപ്പമിൻ കൂടുതലാണ്. അത് നൈമിഷിക സുഖങ്ങളൊക്കെ നൽകും. എന്നാൽ കുറച്ചു കഴിയുമ്പം അവ നൽകുന്ന കുറ്റബോധവും ജീവിതത്തിൻ്റെ നിയന്ത്രണം തന്നെ ആ വസ്തുക്കളൊക്കെ ഏറ്റെടുക്കുന്ന രീതിയുമൊക്കെ വരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതരോടൊപ്പം ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ ഈ സന്തോഷം ലഭിക്കും. വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹിതരോട് ഫോണിൽ കൂടെ സംഭാഷണം നടത്തുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ദുഃഖം മാറും, ഈ ഒരു സന്തോഷം നമുക്ക് ലഭിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനയുടെ മുൻപിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് വേദനകളും സങ്കടങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആശ്വാസം വലുതാണ്. അത് വിവരിക്കാൻ പറ്റുന്നതല്ല. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചറിയാറുണ്ട് എല്ലാ ദിവസവും. സ്നേഹമുള്ളവരെ, വിശ്വസ്തയോടുകൂടെ ആയിരുന്നാൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ശ്രമിച്ചാൽ ഈ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനായി സാധിക്കും. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാനായിട്ട് ശ്രമിക്കാം. ജീവിതത്തിൽ പിണക്കമുണ്ട്, ഇണക്കമുണ്ട്. എന്നാൽ പിണങ്ങാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർക്കുന്നു, എൻ്റെ വീട് മലബാറിലാണ്. ഞാൻ ജനിച്ചു വളർന്ന ആ കാലഘട്ടങ്ങളിൽ മലമടക്കുകളിലേക്ക് കയറിപ്പോകുന്നത് മഹേന്ദ്രയുടെ ജീപ്പുകളാണ്. ഏതോ ഒരു ജീപ്പിൽ മുൻപിലത്തെ ഗ്ലാസിന് മുകളിൽ എഴുതി വെച്ചിരുന്നത് ഇപ്രകാരമാണ്. ഇപ്പോഴും മനസ്സിലത് പച്ചകെടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്: പിണങ്ങാൻ സമയമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതം അത് ഹ്രസ്വമാണ്. നമുക്ക് പിണങ്ങാനായും വാശി പിടിച്ചിരിക്കാനും സമയമില്ല. കാരണം സങ്കീർത്തനത്തിന്റെ പുസ്തകത്തില് 90-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ ആയുഷ്കാലം ഏറിയാൽ 70 വർഷം അല്ലെങ്കിൽ 80 വർഷം. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. കണ്ണടച്ചു തുറക്കുന്ന മാത്രയില് ഈ വർഷങ്ങൾ കഴിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ഒന്ന് ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് എത്ര വയസ്സുണ്ട്, എത്ര വർഷമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തുടങ്ങിയിട്ട്. പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ? ഇതൊക്കെ മാറിമറിഞ്ഞ നിമിഷങ്ങളില്ലേ? ദൈവത്തോട് ആയിരിക്കാൻ സാധിച്ച നിമിഷങ്ങളില്ലേ? അതുമാത്രം മതി എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, അത്രമാത്രം. ഈ ടോക്ക് സാധാരണഗതിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ച മുൻപാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഏകദേശം 4-5 ദിവസം ഓരോ ആഴ്ചകളിലും പറയേണ്ട ടോക്കിനെ കുറിച്ച് ചിന്തിക്കും. പുതിയ സബ്ജക്റ്റ് കണ്ടെത്തും, പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതി വെക്കും. പിന്നീട് അത്താഴം എല്ലാം കഴിഞ്ഞ് ഒരു 9:30-9:45 സമയമാകുമ്പം ഈ നോട്ടുമായി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനയുടെ മുൻപിലേക്ക് ഞാൻ ചെല്ലും. അവിടെ വെച്ച് കുറച്ച് സമയം പ്രാർത്ഥനയിലായിരിക്കും. തമ്പുരാനോട് ചോദിക്കും, ഏതാ ഞാൻ പറയേണ്ടത്, ഏതാണ് ഞാൻ വെട്ടേണ്ടത്, ഏതാണ് ഞാൻ ആഡ് ചെയ്യേണ്ടത്. സ്നേഹമുള്ളവരെ, അങ്ങനെയാണ് ടോക്കുകൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്നലെ ഈ ടോക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രിയപ്പെട്ട കുടുംബങ്ങൾ ധാരാളമുണ്ട്. കാരണം ഓരോ വൈദികനും ഒരു കുടുംബത്തിലെ മാത്രം അംഗമല്ല, മറിച്ച് അവരെല്ലാവരുടെയും കുടുംബത്തിലെ അംഗമാണ്. വിദേശ രാജ്യത്ത്
എനിക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി മരിക്കുകയുണ്ടായി. ഞാൻ ആ സംസ്കാര ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു. ഏകദേശം 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. അത്രയും സമയമൊന്നും ഇരിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അവസാന ആ സമയങ്ങൾ 1.5-2 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്തു. ആ വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് കരുതി. അങ്ങനെ നിശബ്ദമായി ശബ്ദമൊക്കെ കുറച്ച് പ്രാർത്ഥന നിരതനായിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് ജീവിതത്തെക്കുറിച്ച് ദൈവം ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകിയ നിമിഷമാണ്. കാരണം ഒരു മനുഷ്യായുസ്സിൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനിടയ്ക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വാശി, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഇങ്ങനെ ഒരുപാട് അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഒരു നിമിഷം ദൈവം വിളിക്കുമ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ധാരാളം വ്യക്തികൾ വരികയാണ് ചെയ്യുന്നത്. നമ്മളെക്കുറിച്ചൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നു. നല്ല കാര്യങ്ങൾ വളരെയധികമാണ് ഓരോ വ്യക്തികൾക്കും. അതൊക്കെ അവർ ഓർക്കുന്നു. കണ്ണുനീരോടെ ആ പ്രിയപ്പെട്ടവനെ ചേർത്ത് പിടിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ചിത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെയുള്ള വ്യക്തികൾക്ക് നമ്മെ മതിപ്പുണ്ട്. നമ്മുടെ വാത്സല്യവും സ്നേഹമൊക്കെ അവർ ഏറ്റുവാങ്ങിയവരാണ്. ആ നല്ല വാക്കുകളും നന്ദി നിറഞ്ഞ മനസ്സുമൊക്കെ ഒന്ന് പ്രകടിപ്പിക്കുവാനായിട്ട്, അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിച്ചാൽ ചിലപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോകും. നമുക്കറിയാം, കോവിഡിന് ശേഷം ഹൃദയസ്തംഭനങ്ങൾ മൂലം ധാരാളം വ്യക്തികൾ മരിക്കുന്നുണ്ട്. പ്രായക്കുറവുള്ളവരും പ്രായക്കൂടുതലുള്ളവരും എന്ന ഭേദമില്ല, ഒത്തിരി പേര് അങ്ങനെ മരിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം, ആർക്കും എങ്ങനെയും. അപ്പോൾ ഈ സങ്കീർത്തകൻ പറയുന്നത് പോലെ രഹസ്യമായ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, അവിടെ നിന്ന് ലഭിക്കുന്ന ശക്തി കൊണ്ട്, ആ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരു ദീപം തെളിച്ചു കൊടുക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. എഡ്മണ്ട് തോമസ് ക്ലിന്റ് എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. 1980 എറണാകുളത്തിലെ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മകൻ ജനിച്ചത്. ഏകദേശം 6 വയസ്സുവരെ ഈ മകൻ ജീവിച്ചിരുന്നുള്ളൂ. 3-ാമത്തെ വയസ്സ് തൊട്ട് ഈ മകൻ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. വരയ്ക്കുന്ന ചിത്രങ്ങൾ സാധാരണ ചിത്രങ്ങളല്ല. നിറങ്ങളുടെ അത്ഭുതം, ചിന്തയുടെ ആഴം, വൈകാരികതയെല്ലാം ഒപ്പിയെടുത്ത് ജീവിതത്തെ മനസ്സിലാക്കിയ ചിത്രങ്ങൾ. ഏകദേശം 1500-ൽ പരം ചിത്രങ്ങൾ ഈ 6 വയസ്സിനുള്ളിൽ ഈ ക്ലിന്റ് വരച്ചിട്ടുണ്ട്. ഇന്നും ജനങ്ങളത് വലിയ സ്നേഹത്തോടെയാണ് നോക്കിക്കാണുക. കാരണം ജീവിതത്തിൻ്റെ ആഴം എത്രമാത്രമാണെന്ന് ഈ കൊച്ചു ബാലൻ തൻ്റെ ചിത്രങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത്. അധിക നാളൊന്നും ജീവിച്ചിരുന്നില്ല ഭൂമിയിൽ, വെറും 6 വയസ്സ് മാത്രം. പക്ഷേ ആ 6 വയസ്സിനുള്ളിൽ ഇപ്പോഴും അവൻ്റെ ചിത്രകലാരൂപങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിന് ഉണർവും ഉന്മേഷവും ഓജസ്സും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2017 ക്ലിന്റ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായി. തൃപ്പൂണിത്തറ ഭാഗത്ത് ക്ലിന്റ് റോഡ് ഉണ്ട്, ക്ലിന്റ് മെമ്മോറിയൽ ആർട്ട് ഗാലറി ഉണ്ട്. ഇവയെല്ലാം ഈ മകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, എത്ര നാള് ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ആകയാൽ നമ്മുടെ ജീവിതം സുന്ദരമാണ്. ഈ ജീവിതത്തിൽ എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട്, ഇണങ്ങാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ, ഇണങ്ങാൻ മാത്രമേ സമയമുള്ളൂ. പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതയാത്രകളിൽ ഞങ്ങളുടെ സാന്നിധ്യവും വാക്കുകളൊക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ നാഥ അത് ഏറ്റെടുക്കണമേ. വിശ്വസ്തയോടെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് ജീവിക്കുവാൻ,
എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.